ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് കിച്ചൺ. ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി വെജിറ്റബിൾ സമോസയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സമോസ ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സമോസ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ആരെങ്കിലുമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനും ശ്രമിക്കണേ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള സമോസ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുന്നതിന് മുന്നേ റൂബീസ് കിച്ചൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് സമോസയ്ക്കുള്ള ഷീറ്റ് തയ്യാറാക്കാം. അതിനായി മാവ് കുഴച്ച് വെക്കാം. സമോസ ഷീറ്റ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുഴയ്ക്കാനും പരത്താനും ഒക്കെ മടിയുള്ളവർക്ക് അങ്ങനെയുള്ള ഷീറ്റ് വാങ്ങി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് സമോസ ഷീറ്റിനുള്ള മാവ് കുഴയ്ക്കാം. അതിനായിട്ട് 1.5 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ റവ, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ളു സോഡാപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മാവിനെ മിക്സ് ചെയ്യാം. ശേഷം വെള്ളം അല്പാൽപമായി ഒഴിച്ച് ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിന് കുഴച്ചെടുക്കാം. ശേഷം അല്പം എണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം എണ്ണ തടവിയ ശേഷം നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സമോസയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി സവോള 2 എണ്ണം ചെറുതായി അരിഞ്ഞെടുത്തത്, കോളിഫ്ലവർ 1 എണ്ണം വേവിച്ച് കട്ട് ചെയ്തെടുത്തത്, ഉരുളക്കിഴങ്ങ് 2 എണ്ണം പുഴുങ്ങി പൊടിച്ച് വെച്ചത്, ടൊമാറ്റോ 1 എണ്ണം കട്ട് ചെയ്തത്, ഗ്രീൻ പീസ് 1 കപ്പ് വേവിച്ചെടുത്തത്, മല്ലിയില 1/4 കപ്പ്, പച്ചമുളക് 2 എണ്ണം കട്ട് ചെയ്തത്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് എന്നിവ പേസ്റ്റ് ആക്കിയത് 1.5 ടേബിൾ സ്പൂൺ. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ സവാള, പച്ചമുളക് എന്നിവ അരിഞ്ഞത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് സവാള പെട്ടെന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകിൻ്റെ പേസ്റ്റിനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി വെന്ത് വരുമ്പോൾ കോളിഫ്ലവർ, ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ഓരോന്നോരോന്നായി ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വേണമെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർക്കാം. ഞാൻ അല്പം ഉപ്പ് ചേർക്കുകയാണ്. ആദ്യം ചേർത്ത ഉപ്പ് മതിയായില്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർക്കുകയാണ്. നിങ്ങൾ നോക്കിയിട്ട് വേണം, അവരുടെ ഉപ്പ് ആവശ്യത്തിനുള്ളത് കണക്കാക്കി വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സമോസയ്ക്കുള്ള മസാലയെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി സമോസ ഷീറ്റ് തയ്യാറാക്കാം. അതിനായി ചപ്പാത്തി പരത്തുന്നത് പോലെ നമുക്കൊന്ന് പരത്തി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കൂടാതെ തുടക്കക്കാരാണെങ്കിൽ ഇതിനെ ഒന്ന് തവയിൽ വെച്ചൊന്ന് ജസ്റ്റ് ചൂടാക്കിയ ശേഷം സമോസ ഷീറ്റായി ഉപയോഗിക്കാവുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇതിൻ്റെ പേസ്റ്റ് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഷീറ്റ് ഒട്ടിക്കാനായിട്ട് അല്പം മൈദാമാവും വെള്ളവും ചേർത്ത് തിക്ക് പേസ്റ്റാക്കി എടുക്കാം. പരത്തി വെച്ച സമോസ ഷീറ്റിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ഫില്ലിംഗ് ചേർത്ത ശേഷം ഇതുപോലെ മടക്കി ഒന്ന് പേസ്റ്റ് ചെയ്ത ശേഷം ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ, അതായത് ഒന്ന് തിളച്ച് വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം. ഒരു ഭാഗം ചുവന്ന് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ നിറമായി വരുമ്പോൾ വറുത്ത് കോരാവുന്നതാണ്. ബാക്കിയുള്ള സമോസയും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സമോസ തയ്യാറായി കഴിഞ്ഞു.
കടകളിൽ നിന്നും വാങ്ങുന്ന അതേ രുചിയിൽ നമുക്ക് വീടുകളിലും തയ്യാറാക്കാവുന്നതാണ്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് സമോസ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.